ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് 2021 ഇലക്ഷനിൽ 35 തുടങ്ങി 39% വരെ മുസ്ലിം വോട്ടുകളാണ് LDF അനുകൂലമായി പോൾ ചെയ്യപ്പെട്ടതെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ 39% എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം 2021 LDF അനുകൂലമായി പോൾ ചെയ്തപ്പോൾ 99 സീറ്റിൽ LDF അധികാരത്തിൽ വന്നു. അപ്പം ഇപ്രാവശ്യം ഞാൻ ഈ CPM നേതാക്കന്മാരോടൊക്കെ സംസാരിക്കുന്ന സമയത്തും മറ്റുള്ള കോൺഗ്രസ് നേതാക്കന്മാരോട് സംസാരിക്കുന്ന സമയത്തും ഈ മുസ്ലിം വോട്ടുകളുടെ ഭിന്നിപ്പ് എങ്ങനെ കേരളത്തിൽ ബാധിക്കും എന്നുള്ളത് നോക്കുമ്പോൾ എല്ലാ കാലത്തും കഴിഞ്ഞ പ്രാവശ്യമാണ് ഏറ്റവും കൂടുതൽ മുസ്ലിം വോട്ട് 2021 ഏറ്റവും കൂടുതൽ മുസ്ലിം വോട്ട് ഇടതുപക്ഷത്തിന് അനുകൂലമായി പോൾ ചെയ്യപ്പെട്ടത് എന്നുള്ളതാണ്. അതിന് മുൻപൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന വോട്ട് എന്ന് പറയുന്നത് 10% തുടങ്ങി 15% വരെയാണ് എന്നുള്ളതാണ്. ബാക്കിയെല്ലാം ലീഗായിട്ടും കോൺഗ്രസ് അനുകൂല മുസ്ലിം വോട്ടുകളായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവർ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 5% തുടങ്ങി 10% വരെ മുസ്ലിം വോട്ടുകൾ ഓരോ മണ്ഡലത്തിലും ഇടതുപക്ഷത്തിന് അനുകൂലമായി പോൾ ചെയ്യപ്പെട്ടാൽ തന്നെ ഈ പറയുന്ന വലിയ രീതിയിലുള്ള ഒരു മത്സരം ഈ ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഈ 10% തുടങ്ങി 15% വരെ പല മണ്ഡലം, ഇപ്പോൾ ഞാൻ ഉദാഹരണം പറഞ്ഞില്ല, തൃത്താല എല്ലാ കാലത്തും LDF ജയിച്ച കാലത്തെല്ലാം അവിടുന്ന് മുസ്ലിം വോട്ടുകളും കൂടെ LDF സ്ഥാനാർത്ഥിക്ക് കിട്ടിയിട്ടാണ് ജയിച്ച് വന്നിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പാലക്കാട് നിന്ന് MP രാജേഷ് അവിടെ പോയി മത്സരിക്കുന്ന സമയത്ത് അവിടുന്ന് 3000 വോട്ടിനാണ്, 99 സീറ്റിൽ അധികാരത്തിൽ വരുന്ന സമയത്ത് ശക്തമായ മത്സരം നേരിട്ടാണ് 3000 വോട്ടിന് MP രാജേഷ് ജയിച്ചു വരുന്നത്. അപ്പോൾ അവർ ശ്രമിച്ച കാര്യം എന്ന് പറയുന്നത് അവിടെ അല്ലെങ്കിൽ അവിടെ ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് UDFൻ്റെ ഒരു അവർ നോക്കിയതും അതുമായി മുന്നോട്ട് പോവുകയും MP രാജേഷ് ആ മണ്ഡലത്തിൽ ചെയ്ത വികസന പ്രവർത്തനങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്തു. അതുകൊണ്ട് MP രാജേഷ് 3-4 പ്രാവശ്യമെങ്കിലും ഇദ്ദേഹത്തെ അവിടുത്തെ UDF MLA പിന്നെ സ്ഥാനാർത്ഥിനെ വെല്ലുവിളിക്കുന്നുണ്ട് ഈ വികസനം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൽ തൊടാത്തതിന് കാരണം അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. അപ്പം അങ്ങനെ പല മണ്ഡലങ്ങളും ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം നമ്മൾ വിചാരിക്കുന്ന പോലെ ഇപ്പോൾ കോഴിക്കോട് വലിയ രീതിയിൽ മത്സരം നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ പല മണ്ഡലങ്ങളും വലിയ രീതിയിൽ മത്സരം നടക്കുന്നുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് അവിടെ ഒരു MLAക്കെതിരെയുള്ള ആൻറ്റി ഇൻക്യുമൻസി ഉണ്ടോ, സർക്കാരിനെതിരെയുള്ള ആൻറ്റി ഇൻക്യുമൻസി കൊണ്ടല്ല. അവിടെ എന്താണ് അവിടെ നടക്കുന്നത്, ഒരു ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ നടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ആ ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ കേരളത്തിൽ വലിയ രീതിയിൽ നടക്കുകയാണെങ്കിൽ ഏകദേശം 8-9 മന്ത്രിമാർക്ക് ശക്തമായി ബാധിക്കും എന്നുള്ളത് ശരി തന്നെയാണ്.